ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പ. ഇന്നത്തെ പ്രഭാത ദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വ്യാഴാഴ്ചയാണ്, ഗുരുവായൂരപ്പൻ്റെ ദിവസം എന്ന് പറയുക. ഗുരുവായൂരപ്പ പ്രീതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് വ്യാഴാഴ്ച. മഴയുണ്ടായിരുന്നു കുറച്ച് മുന്നേ ഞാനിങ്ങോട്ട് വരണ സമയത്ത്. പക്ഷെ വലിയ മഴയല്ല, ചെറിയൊരു മഴയായിരുന്നു. പെട്ടെന്ന് തന്നെ നിന്നു. ഇന്ന് സ്റ്റാറ്റസറിൻ്റെ ഫോട്ടോ ഇതാട്ടോ. ഭഗവാന്റെ കാളയമർദ്ദനം. നാരായണീയത്തിലെ ഏറ്റവും എനിക്ക് ഫേവററ്റ് ആയിട്ടുള്ളൊരു ദർശകമാണ് കാളയമർദ്ദനം. വിവാഹങ്ങളുണ്ട്, കുറേ എന്ന് പറയാൻ പറ്റില്ല, കുറച്ചേ ഉള്ളൂ. ഫോട്ടോ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ കേട്ടോ. വാട്സാപ്പ് ചെയ്യേണ്ട നമ്പർ 9846 937 939 9846 937 939 കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും. ഞാൻ എല്ലാ ദിവസത്തെയും അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും കേട്ടോ. അതിലൊരു മെസ്സേജ് ചെയ്താൽ മതി, എന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിക്കണം എന്ന് പറഞ്ഞിട്ട്. കണ്ടോ, ഇപ്പോൾ ഇതിനു മുന്നേ വിവാഹം കഴിച്ചവരെ അവർ രണ്ടുപേരേ വന്നിട്ടുള്ളൂ. പലരും അങ്ങനെ സംശയം ചോദിക്കാറുണ്ട്, അതെന്തുകൊണ്ടാണ് അങ്ങനെ വേറെ ബന്ധുക്കളൊന്നും ഇല്ലാണ്ട് വന്നിട്ട് വിവാഹം ചെയ്യണത്. കാരണം അവർ നേർന്നുണ്ടാവും ഗുരുവായൂരപ്പൻ്റെ നടയിൽ വന്നിട്ട് വിവാഹം ചെയ്തോളാന്ന്. പക്ഷെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവർക്ക് പറ്റുണ്ടാവില്ല. അപ്പോൾ നമ്മളെന്തായാലും നേർന്നല്ല, അപ്പോൾ ഇവിടെ വന്നിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങളതിന് ചെയ്യേണ്ടത്, ഇവിടെ വന്നിട്ട് കൗണ്ടറിൽ പോയിട്ട് ഒരു വിവാഹത്തിൻ്റെ ടിക്കറ്റ് എടുക്കുക. 500 രൂപയാണ് ചാർജ്. അതെടുത്തിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് തുളസിമാല ഇടാം കേട്ടോ. അതുകൊണ്ടാണ് ചിലവരിങ്ങനെ ചെയ്യുമ്പോൾ കൂടെ ആരും ഇല്ലാത്തത്.
അവർ ഓൾറെഡി മാരീഡാണ്. പക്ഷെ ആ നേർച്ച ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വന്ന് വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വഴിപാടുണ്ടാവില്ലേ, അത് അവർ നടത്തണതാട്ടോ. പിന്നെ ഇവിടെ ഭഗവതി അമ്പലത്തിൻ്റെ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടുള്ള പ്രവേശനം ഇന്നുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ രാവിലെ ഉണ്ട് പ്രവേശനം. എനിക്ക് തോന്നുന്നു 10 മണിക്ക് ശേഷം ജോലിക്കാർ വന്ന് ജോലി തുടങ്ങില്ലേ, ആ സമയത്താണ് തോന്നുന്നു ഇല്ലാത്തത്. ഇന്നലെ അതുകൊണ്ട് വൈകിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടിയിട്ട്. കുറേ പേര് അവിടെ വഴക്കുണ്ടായെന്ന് പറയുന്നു. ശരി, ഞാൻ എന്താ പെട്ടെന്ന് വിളിച്ചു ചോദിച്ചു. അച്ഛൻ്റെ നമ്പർ ലാസ്റ്റ് 939 ആണ്. ഇനി അല്പസമയത്തിനകം ശിവേലി ഉണ്ടാവും. അപ്പോൾ ശിവേലിയുടെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ. ഒരു 8:30 മുന്നേ 8:30 കൂടിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ എല്ലാ ദിവസവും. അപ്പോൾ ഇന്ന് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാവട്ടെ ഇന്നത്തെ ദിവസം. എല്ലാവർക്കും ഒരു നല്ല ദിവസമാവട്ടെ. ഞാൻ ഒന്ന് ഭഗവാനെ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യൂ. അപ്പോൾ നന്നായി പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായി പ്രാർത്ഥിച്ചോളൂ. ഇന്നത്തെ ദിവസം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും മനോഹരമാകട്ടെ. ഇന്ന് തിരക്ക് ഉണ്ട് കേട്ടോ. ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ടാണെന്ന് വിചാരിക്കുന്നു. അല്പം തിരക്കുണ്ട്, എന്നുവെച്ചാൽ ഓവറായിട്ടുള്ള തിരക്കല്ല. പിന്നെ ഇന്ന് വൈകിട്ട് ശ്രീഭൂതബലി ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ദീപാരാധനയുടെ വീഡിയോയുടെ കൂടെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വിശേഷങ്ങളും ഗുരുവായൂരത്ത് അതിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഒട്ടുമിക്ക വിശേഷങ്ങളും. നമ്മുടെ ഗ്രൂപ്പിൽ ചേരാൻ 98 46 937 939 ആ നമ്പറിലൊന്ന് വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ.
രാജേഷേട്ടാ രാജേഷേട്ടാ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ. അപ്പോൾ ഇന്നത്തെ ലൈവ് ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെ കാണാം. എല്ലാവരും ഈ സമയത്ത് തന്നെ വരാൻ ശ്രമിക്കുക കേട്ടോ. ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ. ശിവേലിയുടെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണാൻ ശ്രമിക്കുക. ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ.